നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് ഒരു കുഷൻ കവറാണ്. ഈ കുഷൻ കവർ ഞാൻ ചെന്നൈയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ധാരാളമായി വർക്ക് ഉണ്ട്. ഇത് റേന്ത എന്ന് പറയും. പണ്ട് കാലങ്ങളിൽ വീട്ടമ്മമാർ കൈത്തുന്നലായി തയ്ച്ചിരുന്ന ഒരു സംഭവമാണ് ഈ റേന്ത എന്ന് പറയുന്നത്. ഇത് വളരെ മനോഹരമായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്. ഇത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭംഗി കാരണം ഇത് നല്ല കട്ടിയുള്ള വെള്ള നൂല് വെച്ച്, ടോയിൻ പോലെയുള്ള വെള്ള നൂല് വെച്ച് നെയ്തെടുക്കുന്നതാണ്. കമ്പിളി നൂല് വെച്ച് ചെയ്ത ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. അതുപോലെ സെറ്ററൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇത് അങ്ങനെ നെയ്തെടുത്തിരിക്കുന്നതാണ്. പണ്ട് കാലങ്ങളിൽ വീട്ടമ്മമാർ ഇത് ചെയ്യാറ് പതിവുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് വീട്ടമ്മമാർക്കൊന്നും ഇങ്ങനെയുള്ള കൈത്തൊഴിലുകളൊന്നും പരിചയമുള്ളതായിട്ട് അറിവില്ല. ഇന്നത്തെ വിശേഷം ഇതുപോലെയുള്ള എംബ്രോയിഡറി വർക്കുകളെ പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. വേറെ ഒരു എംബ്രോയിഡറി വർക്കാണ് ഇത്. ഇത് സാരിയിലുള്ള എംബ്രോയിഡറിയാണ്. ഇത് സാരി കൈ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതല്ല, ഇത് മെഷീൻ വർക്കാണ്. എന്ത് ഭംഗിയാണ് ഈ എംബ്രോയിഡറി വർക്ക് കാണുവാൻ. വളരെ ഭംഗിയിൽ നല്ല ഭംഗിയുള്ള സിൽക്ക് നൂല്, നീലയും പച്ചയും മഞ്ഞയും ചുവപ്പും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള സിൽക്ക് നൂലുകൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഗോൾഡൻ കളറുള്ള നൂലും ഉണ്ട്. ചിലപ്പോൾ ഗോൾഡൻ കളറായിരിക്കും, ചിലപ്പോൾ അത് വെള്ളി കളർ ആയിരിക്കും. എന്താണേലും നല്ല മിനുസമുള്ള സിൽക്ക് നൂല് വെച്ചാണ് എംബ്രോയിഡറി വർക്ക് ചെയ്യുക. ഇത് മെഷീൻ വർക്കാണ്. ഇപ്പോൾ കൈവച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കാണാൻ കിട്ടില്ല. അത് മെഷീൻ വർക്ക് ആയതുകൊണ്ട് തന്നെയാണ് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. നല്ല മിനുസമുള്ള സിൽക്ക് നൂല്, അത് വള്ളിയും പൂക്കളും കായ്ക്കളും ഒക്കെ ആയിട്ടാണ് എംബ്രോയിഡറി വർക്കുകൾ വരാറുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ പക്ഷികൾ, മയിലാകട്ടെ തത്തമ്മയാകട്ടെ, അല്ലെങ്കിൽ പൂവൻകോഴിയെ ഇപ്പോൾ നമ്മൾക്ക് കണ്ടുകിട്ടാനേ ഇല്ല. വളരെ മനോഹരമായ പല നിറങ്ങളിലുള്ള തൂവലുകൾ ഉള്ളതാണ് പൂവൻകോഴി. അങ്ങനെ ഒരു പൂവൻകോഴിയെ ഇപ്പോൾ കണ്ടുകിട്ടുക തന്നെ വളരെ പ്രയാസമാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ എംബ്രോയിഡറിക്കായി ചെയ്തിരുന്നത് ഇതുപോലെയുള്ള പൂവൻകോഴിയും തത്തമ്മയും മയിലുകളെ ഒക്കെ ആയിരുന്നു. കാരണം അതിനകത്ത് വളരെ മനോഹരമായ കളറുകൾ ഉള്ള നൂലുകൾ ഉപയോഗിക്കാം എന്നത് തന്നെയാണ്. ഇത് മറ്റൊരു എംബ്രോയിഡറിയാണ്. ഇത് ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെയാണ്. ഇത് എന്ത് ഭംഗിയാണ്. ഇതിനകത്ത് മഞ്ഞയും നീലയുമുള്ള നൂല് വെച്ചിട്ട് അതിൻ്റെ കയറ് പിരിച്ചിരിക്കുന്നത് പോലെ ഉള്ള തയ്യലാണിത്. കയറ് പിരിച്ചിരിക്കുന്നത് പോലെ അത് പിരിച്ച് എടുത്ത് തയ്ച്ചിട്ട് റൗണ്ടായിട്ട് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു എംബ്രോയിഡറി വർക്കാണിത്. ഇതൊക്കെ മെഷീൻ വർക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ഗിൽറ്റുകളും വെച്ചിട്ടുണ്ട്. ഒരു സമയത്ത് കട്ട് വർക്ക് എന്ന് പറഞ്ഞൊരു എംബ്രോയിഡറി വർക്ക് വന്നിരുന്നു. ഈ കട്ട് വർക്കിൽ ഇതുപോലെയുള്ള പൂക്കളുടെ ഇടയ്ക്ക്, ഇതളുകളുടെ ഇടയിൽ ഇവിടെ ഫില്ല് ചെയ്ത് വട്ടത്തിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറ് പിടിച്ചതുപോലെ തയ്ച്ച് ഉള്ള എംബ്രോയിഡറി ഉണ്ട്. അതിന് പകരം അത്രയും ഭാഗം കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് തുണിയും ഇല്ല. ആ തുണി കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട്
ഇതിൻ്റെ വശങ്ങളിൽ മാത്രം നല്ല ടൈറ്റായിട്ടുള്ള എംബ്രോയിഡറി ചെയ്തിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു പൂവാണെന്നുണ്ടെങ്കിൽ ആ പൂവിൻ്റെ ഇതളുകളുടെ അകവശം എല്ലാം ഹോളായിരിക്കും. അതിൻ്റെ ഔട്ട്ലൈൻ മാത്രമാണ് എംബ്രോയിഡറി ആയിട്ട് വരിക. അതൊരു ഫാഷനായിരുന്നു ഒരു കാലത്ത്, കട്ട് വർക്ക് എന്ന് പറഞ്ഞ്. സാരിക്കൊക്കെ അതിൻ്റെ നമ്മൾ ബോർഡർ പോലെ കട്ട് വർക്ക് ഇതുപോലെ ചെയ്ത് ഇതുപോലെ എംബ്രോയിഡറി പൂക്കൾ സാരിയുടെ ബോർഡറിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഹോളുകളായിട്ട് വരും. അങ്ങനെ ഒരു വർക്ക് ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അത് ട്രെൻഡിങ് ആയിട്ട് പോയി, കുറച്ച് കാലം അതങ്ങനെ പോയി. ഇത് മറ്റൊരു സാരിയാണ്. ഇതിനകത്ത് ഉള്ള വർക്ക് ശ്രദ്ധിക്കുക. ഇത് ഫാൻസി സാരിയാണ്. നമ്മൾ പാർട്ടി വെയറിന് മറ്റും ഉപയോഗിക്കുന്ന ഒരു സാരിയാണിത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിലും എംബ്രോയിഡറി തന്നെയാണുള്ളത്. ആ എംബ്രോയിഡറി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫാൻസി സാരി ആയതുകൊണ്ട് തന്നെ വളരെ തിളക്കമാണ്. ഇതിനകത്ത് ഗിൽറ്റ് വർക്കാണ് കൂടുതൽ. നല്ല കളറുള്ള എംബ്രോയിഡറി നൂലുണ്ട്, പച്ചയും ചുവപ്പും ആയിട്ടുള്ള നൂലുണ്ട്. അതും കയറ് വിരിച്ചതുപോലെ ഉള്ള തയ്യലാണ്. അങ്ങനെ കയറ് വിരിച്ചതുപോലെ തയ്ച്ച് ഇടയ്ക്ക് ഇതളുകളായിട്ടൊക്കെ കളറുള്ള നൂലുകൾ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഗിൽറ്റ് വെച്ച തയ്യലും കൂടെ വരുന്നുണ്ട്. ഇത് ഗിൽറ്റ് പിടിപ്പിച്ചിരിക്കുകയാണ്. ഓരോ തയ്യലിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ഗിൽറ്റ് വെച്ച് അങ്ങനെ തയ്ച്ച് വന്നിരിക്കുന്നതാണ്. ഇത് മെഷീൻ വർക്കാണ്. മെഷീനിൽ തന്നെ എംബ്രോയിഡറി ചെയ്യുന്ന മെഷീനിൽ വെച്ചിട്ട് അത് ചെയ്തു വരുന്നതാണ്. പണ്ട് കാലങ്ങളിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരുന്ന വീട്ടമ്മമാർ ചെയ്യുമ്പോൾ തുണി കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, നല്ല വലിപ്പത്തിൽ നല്ല മുറുകി ഇരിക്കാൻ വേണ്ടിയിട്ട് നിരപ്പായി വെക്കുന്ന ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. ആ ഫ്രെയിമിനുള്ളിൽ തുണിയുടെ ഒരു ഭാഗം, എംബ്രോയിഡറി ചെയ്യേണ്ട ഭാഗം ഫ്രെയിമിനുള്ളിൽ ഉറപ്പിച്ച് വെച്ചിട്ട് പിന്നീട് എംബ്രോയിഡറി ചെയ്യുന്ന സൂചിയുണ്ട്. ആ സൂചി വെച്ചിട്ട് നൂല് കോർത്ത് അതിൽ കുത്തി ആണ് ഇത് എംബ്രോയിഡറി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സിസ്റ്റം മാറി. വീട്ടമ്മമാരൊന്നും അങ്ങനെ ഇരുന്ന് ഒഴിവ് സമയങ്ങളിൽ തയ്യൽ പണിയൊന്നും ചെയ്യാറ് പതിവുള്ളതായിട്ട് അറിവില്ല. അപ്പോൾ ഇത് ഒക്കെ മെഷീൻ വർക്ക്, മെഷീനിൽ എംബ്രോയിഡറി ചെയ്യുന്ന തയ്യൽ മെഷീനിൽ വെച്ചിട്ട് ഫാക്ടറികളിൽ ചെയ്തുണ്ടാക്കുന്നതാണ് ഇതുപോലെയുള്ള സാരികളിലൊക്കെ വരുന്ന എംബ്രോയിഡറി വർക്കൊക്കെ. ഈയിടെയായി ക്രിസ്ത്യൻ വിവാഹ വസ്ത്രത്തിൽ നെറ്റ് പോലെയുള്ള തുണിയിൽ ഇതുപോലെ റേണ്ട വർക്ക് ചെയ്ത്, വെള്ള നിറത്തിൽ ഉള്ള റേണ്ട വർക്ക് എംബ്രോയിഡറി പോലെ ചെയ്ത് അത് ഒരു പുതിയ ട്രെൻഡായി വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ടുകാലം മുതലേ ഉപയോഗിച്ചിരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും എംബ്രോയിഡറിയുടെ ഒരു പ്രാധാന്യം മാറിപ്പോകുന്നില്ല. അതിന് മാത്രം മനോഹരമാണ് എംബ്രോയിഡറി വർക്ക് കാണുവാൻ. അതിനാൽ തന്നെയാണ് ഏത് രൂപത്തിലാണെന്ന് പറഞ്ഞാലും, രൂപങ്ങൾ മാറി മാറി വന്നു കഴിഞ്ഞാലും എംബ്രോയിഡറി എന്നുള്ള സംഗതി എക്കാലവും നിലനിന്ന് പോകുന്നത്. ഇതുപോലെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.